ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ കേരള പാഠാവലിയിൽ ഇപ്രാവശ്യത്തെ ഓണം പരീക്ഷയ്ക്ക് നടക്കാൻ ഇരിക്കുന്നതിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതോടൊപ്പം തന്നെ അതിൻ്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ എങ്ങനെയാണ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നതെന്നും ഏതെല്ലാം രീതിയിലാണ് വന്നിരിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നിർദ്ദേശങ്ങൾ: ആദ്യത്തെ 15 മിനിറ്റ് സമാശ്വാസ സമയമാണ്. ഈ സമയം ചോദ്യങ്ങൾ വായിക്കാനും ഇഷ്ടമുള്ളവ തിരഞ്ഞെടുക്കാനും ഉത്തരങ്ങൾ ആസൂത്രണം ചെയ്യാനും ഉപയോഗിക്കണം. ഓരോ ചോദ്യവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ വായിച്ച് മനസ്സിലാക്കി വേണം ഉത്തരം എഴുതുവാൻ. ഉത്തരം എഴുതുമ്പോൾ സ്കോർ, സമയം ഇവ പരിഗണിക്കണം. ഇനി 6 പ്രവർത്തനത്തിൽ ഏതെങ്കിലും 5 എണ്ണത്തിന് ഉത്തരം എഴുതുക. 5 സ്കോർ വീതമാണുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നിർദ്ദേശത്തിലുള്ളത്. ഇനി നമുക്ക് ഓരോ ചോദ്യങ്ങളായി നോക്കാം, ഓരോ പ്രവർത്തനങ്ങളായിട്ട്. ആദ്യത്തെ പ്രവർത്തനം 1. അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ ഒരു 4 വരികൾ കൊടുത്തിട്ടുണ്ട്. അതിന് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാം. അപ്പോൾ കൂട്ടുകാർ ആ 4 വരി ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ എളുപ്പം ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ സാധിക്കുന്നതാണ്. ഒന്നാമത്തെ ചോദ്യം: കൊന്നമരത്തിൽ സ്വർണം വിളയിക്കുന്ന മാസം ഏതാണ്? മേടമാസമാണ്. ഉത്തരം മേടം. ഈ എന്തിലാണ് പൂമ്പാറ്റകൾ മുങ്ങിക്കുളിക്കുന്നത്? അപ്പോൾ ആ വരികളിലുണ്ട് എന്തിലാണ്? പോക്കുവെയിലോളത്തിൽ. ഇനി മൂന്നാമത്തെ ചോദ്യം: ഈ കവിതയ്ക്ക് ആസ്വാദനം തയ്യാറാക്കും. അപ്പോൾ ഈ വരികൾ വായിച്ചതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായത് ഒരു ആസ്വാദന കുറിപ്പ് രീതിയിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് എഴുതി നോക്കാം. ഉത്തരം: അക്കിത്തം നമ്പൂതിരിപ്പാടിൻ്റെ ഏതാനും ചില വരികളാണ് ഇവിടെ തന്നിട്ടുള്ളത്. കൊന്നമരത്തിൽ സ്വർണം വിളയുന്ന പുണ്യകാലങ്ങളിൽ എന്നെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മേടമാസത്തിലെ വിഷുവിൻ്റെ സ്വർണ്ണ നിറത്തിൽ പൂക്കുന്ന കൊന്നപ്പൂവിനെ കുറിച്ചിട്ടുമാണ്. പോക്കുവയിൽ ആസ്വദിക്കുന്ന പൂമ്പാറ്റയോട് വിഷുവിനെ കുറിച്ചിട്ടും താനുണ്ടായ ഓണത്തെക്കുറിച്ചിട്ടും പറയുകയാണ് കവി. വളരെ ലളിതമായ ശൈലിയും ആർക്കും വായിച്ചാൽ മനസ്സിലാകുന്ന രീതിയിലുമുള്ള രചനാ പ്രയോഗ ശൈലികളുമാണ് ഈ കവിതയിലൂടെ കാണാൻ കഴിയുന്നത്. ഇനി പ്രവർത്തനം 2: ജീവചരിത്രക്കുറിപ്പ്. ഈ ചോദ്യം: ആധുനിക കവിത്രയത്തിൽ ഒരാൾ കലാമണ്ഡലം സ്ഥാപിച്ചു. സാഹിത്യമഞ്ജരി, കൊച്ചു സീത, അച്ഛനും മകളും, ചിത്രയോഗം, മഹാകാവ്യം, വെട്ടത്തുനാട്ടിൽ 1878 കേരള വാൽമീകി. ഈ സൂചനകളും അടിസ്ഥാനത്തിൽ ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ആ സൂചനകളിൽ നിന്ന് നമുക്ക് മനസ്സിലായി അത് വള്ളത്തോൾ നാരായണ മേനോനാണ്. വള്ളത്തോൾ നാരായണ മേനോൻ മലയാളത്തിലെ മഹാകവിയും കേരള കലാമണ്ഡലത്തിലെ സ്ഥാപകനുമാണ്. വള്ളത്തോൾ ആധുനിക മലയാള കവിത്രത്തിൽ ഒരാളായിരുന്നു അദ്ദേഹം. കേരള വാൽമീകി എന്നും കേരള ടാഗോർ എന്നും വള്ളത്തോൾ വിളിക്കപ്പെട്ടു. 1878 ഒക്ടോബർ 16 മലപ്പുറം ജില്ലയിലെ തിരൂരിൽ ജനിച്ചു. 1980 ഒരു രോഗബാധിതയെ തുടർന്ന് ബധിരനായി. ഇതേ തുടർന്നാണ് ബധിരവിലാപം എന്ന കവിത അദ്ദേഹം രചിച്ചത്. എൻ്റെ ഗുരുനാഥൻ, ബന്ധനസ്ഥനായ അനിരുദ്ധൻ, ഇന്ത്യയുടെ കരച്ചിൽ, ഗണപതി, കൊച്ചു സീത, അച്ഛനും മകളും, കാവ്യമൃതം, ചിത്രയോഗം തുടങ്ങിയവ പ്രധാന കൃതികളാണ്. കവി തിലകൻ തുടങ്ങി ഒരുപാട് പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 1958 മാർച്ച് 13 79-ാം വയസ്സിൽ അന്തരിച്ചു. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു ജീവചരിത്രക്കുറിപ്പ് എഴുതാവുന്നതാണ്. ഇനി അതിലെ ബി ചോദ്യം നോക്കാം. വള്ളി തെരുവും മണ്ഡലം എന്ന വാക്കിൻ്റെ അർത്ഥം എഴുതുക. എന്താണ്? വള്ളികളാൽ ചുറ്റി നിൽക്കുന്ന പച്ചക്കുന്നിൻ്റെ കാഴ്ചകളെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. പ്രവർത്തനം 3: അന്നാദ്യമായി ആ അത്ഭുതനാദം ഞാൻ കേട്ടു. മരങ്ങളായ മരങ്ങളിലെ ഇലകളൊക്കെ ഉണങ്ങി നിൽക്കുന്നു. ഈ വരികളിലെ ഷോളയാർ വനത്തിലെ ആകർഷണീയതയെ നമുക്ക് തിരിച്ചറിയാനാവും. ആ പാഠഭാഗത്തിലെ ആശയവും ചോർന്നു പോകാതെ വർണ്ണന തയ്യാറാക്കുക. അപ്പോൾ മൂന്നാമത്തെ പ്രവർത്തനം ഒരു വർണ്ണന തയ്യാറാക്കാനാണ്. അപ്പോൾ വർണ്ണന നോക്കാം. അന്നാദ്യമായി ആ അത്ഭുതം ഞാൻ കേട്ടു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലക്ഷക്കണക്കിന് പൂമ്പാറ്റകളുടെ ചിറകടി ശബ്ദത്തെയാണ്. മരങ്ങളായ മരങ്ങളൊക്കെ ഉണങ്ങി നിൽക്കുന്ന കാഴ്ച കണ്ട് പരിഭ്രാന്തനായി നിൽക്കുമ്പോൾ പതുക്കെ അവർ ആ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നത്. ഇലകളൊക്കെ ചിത്രശലഭങ്ങൾ ആയിരുന്നു. ആ വനപ്രദേശം മുഴുക്കെ ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾ ഇലകളുടെ പച്ചനിറം മറച്ചുകൊണ്ട് അവ വൃക്ഷങ്ങളിലും ചെടികളിലും ഒക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്നു. ഈ മനോഹര ദൃശ്യമാണ് ഈ പാഠഭാഗത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇവിടെ മരങ്ങളായ മരങ്ങളിലെ ഇലകളൊക്കെ ഉണങ്ങി എന്നതുകൊണ്ട് തോന്നുന്നത് വെറും ഒരു പ്രതിഭാസം മാത്രമാണ്. അവിടെ അത്രയും പൂമ്പാറ്റകളെ പറ്റിപ്പിടിച്ചിരിക്കുന്ന അവസ്ഥയെയാണ് സൂചിപ്പിക്കുന്നത്. പ്രവർത്തനം 4: ഇപ്പോക്കുവെയിലേൽക്കുവാൻ വിചിത്രവർണ്ണം വഹിക്കുന്നത് കുന്നിതേറ്റം. ഈ വരികളിലെ ആശയം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ എന്താണ് അതിലെ പോക്കുവെയിൽ ഏൽക്കുമ്പോൾ കുന്ന് പല നിറങ്ങൾ വഹിക്കുന്നു എന്നാണ് കവി പറയുന്നത്. മരങ്ങളിലെ പച്ചിലയും തളിരുകളും പൂക്കളിലും പുല്ലിനുമെല്ലാം പോക്കുവെയിൽ നിൽക്കുന്നത് കൊണ്ടാണ് കുന്നിന് ഈ നിറവ്യത്യാസം ഉണ്ടാകുന്നത്. പോക്കുവെയിലിൻ്റെ നിറമാണ് ചെടികളിലും മറ്റു പല നിറമായി കാണപ്പെടുന്നത്. വള്ളത്തോൾ സന്ധ്യാസമയത്ത് കുന്നിൻ്റെ മനോഹാരിതയെ കാവ്യാത്മകമായി വർണ്ണിച്ചിരിക്കുകയാണ്. ബി ചോദ്യം: ഇടശബ്ദം ചേർത്തത് മാറ്റി ഇടശബ്ദമില്ലാതെ എഴുതുക. മാതൃക: മണ്ണിൻ്റെ അടരുകളിൽ, മണ്ണടരുകളിൽ.
മുകളിൽ. അതുപോലെ കാതിൽ വീണ്ടും ചിറകുകളുടെ മൃദുവായ മന്ത്രണം. മാതൃക പോലെ ഇടശബ്ദമില്ലാതെ എഴുതുക. മൃദുവായ മന്ത്രണം എന്നത് മൃദുമന്ത്രണം എന്നായി മാറും. പ്രവർത്തനം 5. നിങ്ങൾ ധാരാളം പൂമ്പാറ്റകളെ ദിവസവും കാണാറുണ്ടല്ലോ. പൂക്കൾ ധാരാളം ഉണ്ടെങ്കിലും പൂമ്പാറ്റയും ഉണ്ടാകും. അങ്ങനെ നിങ്ങൾ കണ്ടിട്ടുള്ള പൂമ്പാറ്റകളെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു പൂമ്പാറ്റയെ കുറിച്ചാണ് എഴുതേണ്ടത്. അപ്പോൾ അത് കൂട്ടുകാരൊന്ന് എഴുതി നോക്കുക. അതിലെ ബി ചോദ്യം ലവലേശം എന്ന പദത്തിനർത്ഥം എഴുതുക. എന്താണ് ലവലേശം? അല്പം പോലും എന്നതാണ്. പ്രവർത്തനം 6. പുഴകൾ മലിനമാകുമ്പോൾ കുന്നുകൾ ഇടിച്ചു നിരത്തുമ്പോൾ സൗഭാഗ്യങ്ങളുടെ മേൽ കടന്നുകയറ്റം നടത്തുകയാണ് മനുഷ്യർ. ഈ പ്രസ്താവനയോട് യോജിക്കുന്നുണ്ടോ? അഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ഇത് നിങ്ങളുടെ അഭിപ്രായക്കുറിപ്പാണ് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു മോഡൽ എന്ന രീതിയിൽ ഒരെണ്ണം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ട് എഴുതാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം നോക്കാം. ഈ പ്രസ്താവനയോട് യോജിക്കുന്നുണ്ട്. കാരണം പ്രകൃതിയുടെ മനോഹാരിതകൾ ആസ്വദിക്കണമെന്ന് നാം പ്രകൃതിയെ സംരക്ഷിക്കണം. മനുഷ്യൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരിക്കലും പ്രകൃതിയെ ഉപയോഗിക്കരുത്. പ്രകൃതി നമുക്കൊരു വരദാനമാണ്. അതിനെ നിലനിർത്തുകയാണ് നാം വേണ്ടത്. നീലക്കുറിഞ്ഞിയെയും അതിൻ്റെ ആവാസ വ്യവസ്ഥയെയും സമ്പൂർണ്ണ വംശനാശനത്തിൽ നിന്ന് സംരക്ഷിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളുകയും ബോധവൽക്കരണം നടത്തുകയും ചെയ്യുന്ന ഇന്നത്തെ കാലത്ത് മലകളും കുന്നുകളും പൂക്കളും നമ്മൾ സംരക്ഷിക്കേണ്ടത് അപേക്ഷിതമായ അതുപോലെ തന്നെ ജീവൻ്റെ നിലനിൽപ്പിനെ സസ്യജന്തുജാലങ്ങളും കാടുകളും മോടുകളും പുഴകളും എല്ലാം അനിവാര്യമാണെന്നും മനുഷ്യർ പ്രകൃതിയുടെ ഭാഗമാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകണം. എങ്കിൽ മാത്രമേ പ്രകൃതിയെ ഒരുക്കുന്ന മനോഹാരിതയെ നമുക്ക് ആസ്വദിക്കാനും വരും തലമുറക്ക് ആസ്വദിക്കാൻ കാത്തുവെക്കാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ നമുക്ക് നമ്മുടെ അഭിപ്രായക്കുറിപ്പ് എഴുതാവുന്നതാണ്. അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ പുതിയ സിലബസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണിത്. അപ്പോൾ നിങ്ങൾക്കിതെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഏകദേശം ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുക. അപ്പോൾ ഇതെല്ലാം നിങ്ങളൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാൻ ശ്രദ്ധിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.